ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ആക്ച്വലി അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ നല്ലോണം റോൾ പ്ലേ ഗെയിംസ് കാണും, RP ഗെയിംസ് കാണും. ഈഗിളിൻ്റെ TV ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗ്യാങ്. അവർ നല്ലോണം RP കളിക്കും, നല്ലോണം എന്താ പറയുന്നത്, വോറും ഇതൊക്കെ നല്ല അടിപൊളിയായി ചെയ്യും. അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി തോന്നിയിട്ട് ഞാൻ ഒരു ഗെയിം കണ്ടു, അതിനെപ്പറ്റി പരിചയപ്പെടുത്താമെന്നാണ്. ഗെയിമിൻ്റെ പേര് ഓൺ സ്റ്റേറ്റ് എന്നാണ്. ആക്ച്വലി ഇത് ഞാൻ കളിക്കുന്ന ഒരു 6 to 8 മന്ത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ സിമിലറാണ് GTA 5 മാതിരി തന്നെ ഓൺലൈൻ RP ഗെയിംസാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഗെയിം മെമ്പറോ പോലീസോ അതോ ഡോക്ടറോ ഓർ ആർമി ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ മൈനിങ്, നിങ്ങൾക്ക് സിവിലിയനായി നടന്ന മൈനിങ്ങോ, ബസ് ഡ്രൈവർ, ടാക്സി ഡ്രൈവർ, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഗ്യാങ് മെമ്പർ ആയാലും വോർ കളിക്കാനുണ്ട്, നിങ്ങൾക്ക് ടർഫ് കളിക്കാം, നിങ്ങൾ ഓണായിട്ട് ഇവൻറ്റ്സ് ചെയ്യാം, മിലിറ്ററി ഇവൻറ്റ്സ്, തെഫ്റ്റ് ഇവൻറ്റ്, പിന്നെ കുറേ അതിനുള്ള ഓരോ കാര്യങ്ങളുണ്ട്. നിങ്ങൾ സിവിലിയൻ ആണെങ്കിൽ അതിനുള്ള പ്രത്യേക ഒരു ഇവൻറ്റ്സ് ഒക്കെ വരും ഡെയിലി ആയിട്ട്. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ബിസിനസ് ചെയ്യാം. നിങ്ങൾ ഓൺ ഫ്യൂവൽ പമ്പ് ഓർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഗ്രോസറി നടത്താം, ഇല്ലെങ്കിൽ നിങ്ങൾ ഓൺ വീട് വാങ്ങിയിട്ട് അത് റെൻറ്റ് കൊടുത്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ വണ്ടി വാങ്ങിച്ച് അതിനെ മോഡിഫൈ ചെയ്ത് റീസെൽ ചെയ്ത് അങ്ങനെ പൈസ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നിങ്ങളൊരു ഗണ്ണ് വാങ്ങിച്ച് അതിന് അപ്ഗ്രേഡ് ചെയ്ത് നല്ല ലെവലെത്തിച്ച് അതിന് റീസെൽ ചെയ്തിട്ട് അതിൽ പൈസ ഉണ്ടാക്കാം. സോ ഇതിൽ കുറേ സെർവേഴ്സ് ഉണ്ട്, ലൈക്ക് US സെർവർ, ഏഷ്യൻ സെർവർ, പിന്നെ ഡിപ്പെൻസ് നിങ്ങൾക്ക് ഏതിലാണ് കളിക്കാൻ ആഗ്രഹം. ഞാൻ US കളിക്കാറ്. ഞാൻ ഗ്ലെൻഡൽ US ആണ് എൻ്റെ മെയിൻ അക്കൗണ്ട് ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഗെയിം പ്ലേക്ക് വേണ്ടിയിട്ട് ഞാൻ ലിൻവുഡ് എന്ന് പറയുന്ന ഒരു സെർവറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ്. അങ്ങനെ എൻ്റെ പേര് ഞാൻ ഷെസാം എന്നാണ് കൊടുക്കാൻ പോകുന്നത് ഇതിൽ. ഓക്കെ, പിന്നെ ഈ പേര് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ മാറ്റാൻ പറ്റും. ഈ ഗെയിം പ്ലേ കളിക്കുമ്പോൾ പേര് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ക്യാരക്ടർ സ്കിന്ന് മാറ്റാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ ക്ലോതിങ്, ഡ്രസ്സോ അതെല്ലാം മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനൊരു ചാലഞ്ച് ചെയ്യാൻ പോകണം ഈ ഗെയിം പ്ലേ കളിക്കുമ്പോൾ. വിതിൻ 3 months ഞാൻ 100 million ഉണ്ടാക്കിയിട്ട് ഈ അക്കൗണ്ട് ആർക്കും ഞാൻ ഗിഫ്റ്റായി കൊടുക്കും. ഈ ഗെയിം ഒരു 4 GB ഉണ്ട്. ഒരു നോർമൽ ഗ്രാഫിക്സ് സെറ്റ് ചെയ്താൽ ഏത് ഫോണിലും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണിത്. ട്യൂട്ടോറിയൽ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇതിന് ലെവൽ 6 or 7 വരെ പെട്ടെന്ന് ഇങ്ങനെ എത്താൻ പറ്റുമെന്ന്. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഇതാണ് കാണിക്കുന്നത്. ഇതാണ് എക്സിലേറ്റർ, എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ജസ്റ്റ് നോർമൽ ഗെയിം പ്ലേ, എല്ലാ റേസിംഗ് ഗെയിമോ എങ്ങനത്തെ ഡ്രൈവ് ചെയ്യുന്ന ഗെയിം ഉണ്ട് അതുപോലെ തന്നെയാണ് ഇതുള്ളത്. നമ്മൾ സിറ്റിയിൽ ആദ്യമായിട്ടാണ്, അപ്പോൾ ഒരു നെക്സ്റ്റ് കട്ട് സീൻ ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഒരാളെ കാണണം, അവർ ഒരു ടാസ്ക് തരും. ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ടാസ്ക്കാണിത്. ഇതിൽ നമ്മൾക്ക് എവിടുന്ന വണ്ടി വാങ്ങേണ്ട ഒരു ഓപ്ഷൻ ഒന്ന് മനസ്സിലാവും. പ്രീമിയം ഡീലർഷിപ്പ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീലർഷിപ്പ് ഉണ്ട്, വണ്ടി എങ്ങനെ വാങ്ങേണ്ടത്, എങ്ങനെ പാർട്സ് ഉണ്ട്, എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്ന് ഇതിൽ കാണാൻ പറ്റും. Hey buddy, it's been forever. How you been doing? Anyway, I need a huge favor. I arranged my girl Ann to get a new car tonight, but I'm swamped here. Could you help her pick one out? You always had the best taste in wheels. I owe you big time. Knew I could count on you. It'll be like old times. Just you wait and see. Man, I missed you. Ralphie says you two go way back. Guess you're here for the same reason everyone is, to make it big. I'm a social media influencer. I had decent numbers, but after getting here and meeting Ralphie, my channel blew up, closing in on 2 million combined subscribers. Not bad for a little hayseed from Omaha, huh? Hey fam, it's your girl, out and about. I'm on my way to get a new car with an expert on the subject. This talent has impeccable taste. Say hi. Anywho, I'll check back in when the deed is done. Give my peeps an exclusive first look. It's okay to be jealous. Ciao. ഇതാണ് പ്രീമിയം ഡീലർഷിപ്പ്. ഇവിടെ നിന്നാണ് വണ്ടി വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ കറൻ്റ്ലി ലിമിറ്റഡ് വണ്ടിയാണ് കാണിക്കുന്നുണ്ട്. വൺസ് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വണ്ടി കാണാൻ പറ്റുള്ളൂ. Hey fam, it's your girl. The deed is done, but it's not quite ready for its debut. My baby needs that special touch. And who's doing the deed? None other than the Roadster Rodon himself, Andre Bisson, Maestro. Can't wait for you to see this beauty when it's done. ഇതാണ് ട്യൂണിങ് ഏരിയ. ഇവിടെ നിങ്ങൾക്ക് ബോഡി കിറ്റ് കയറ്റാൻ പറ്റും വണ്ടിക്ക്. നിങ്ങൾ എത്രത്തോളം പാർട്സ് ഇടുന്നുണ്ട്. പാർട്സ് 3 to 4 ടൈപ്സ് ഉണ്ട്. ലൈക്ക് ഗ്രേ പാർട്സ്, ഗ്രീൻ പാർട്സ്, അല്ലെങ്കിൽ ബ്ലൂ പാർട്സ്, പർപ്പിൾ, ഗോൾഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മുകളിൽ റെഡ് പാർട്സ്. ഏറ്റവും ലോവസ്റ്റ് ആണ് ഗ്രീൻ, ഏറ്റവും ഹയസ്റ്റ് ആണ് റെഡ്. പാർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഞ്ചിൻ മാറ്റാൻ പറ്റും, ടയേഴ്സ് മാറ്റാൻ പറ്റും, അതിൻ്റെ ഷോക്ക് ഒബ്സർവർ, ഇത് മൊത്തം നിങ്ങൾക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. എത്ര അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഒരു വണ്ടിക്ക് അത്രത്തോളം വണ്ടീൻ്റെ വില കൂടും, അത്രത്തോളം വണ്ടി നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് കാസിന്. എപ്പിക് കാസ്, ഇല്ലെങ്കിൽ ലെജൻഡറി കാസ്, ഇല്ലെങ്കിൽ സീക്രട്ട് കാസ്, ഇക്കോ കാസ്. ഇപ്പോൾ ഇക്കോ കാറാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് നമ്മൾ വോക്സ് വാഗനോ ഇല്ലെങ്കിൽ ഹ്യുണ്ടായി അമാതിരിയുള്ള കാസാണ്. പിന്നെ ലെജൻഡറി കാസ് നമ്മൾ ലംബോർഗിനി ഇല്ലെങ്കിൽ ടെസ്ല അമാതിരി ഹൈ ക്ലാസ് ഉള്ള കാസാണ്.
എത്രത്തോളം നല്ല കാസ് ഉണ്ട്, അതിന് എത്രത്തോളം മോഡിഫൈ ചെയ്യും നിങ്ങൾക്ക് അത്ര മാർക്കറ്റ് വാല്യൂ കൂടും വണ്ടിക്ക്. I'm trying to break into adult films. Don't make that face. Not that kind. I'm not that kind of girl. I'm talking about really deep movies for smart people, not some mindless garbage for teenagers. The part is the crazy ex who stalks her boyfriend and tries to sabotage his new relationship. Ralphie says I was born to play the role. What a jerk. You know what I love about you? Hey, you're gonna need your own ride soon to get around the city. Do yourself a favor and buy one when you can. This was fun. Now as ഇപ്പോൾ നമ്മൾ ഈ സിറ്റിക്ക് ന്യൂ ആണ്, അപ്പോൾ അവൾക്ക് നമ്മൾ വണ്ടി വാങ്ങാൻ ഹെൽപ്പും ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് അവളെ വണ്ടി നമ്മൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. പക്ഷേ അത് നമ്മളിതല്ല, ഒരു 6 to 7 hours കഴിയുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അവൾ കൊണ്ടുപോകും. നിങ്ങളെ ഇത് പാർക്കിങ്ങിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ജസ്റ്റ് ഒരു ബൈക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ബൈക്കും റെൻറ്റഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടാസ്ക് തന്നില്ലേ വണ്ടി വാങ്ങാനുള്ള, അവൻ തന്ന വണ്ടിയാണത്, ആ ബൈക്ക്. വൺസ് നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ബൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. എനിക്കറിയാം ഇത് കുറച്ച് ലെങ്തിയാണ് ഗെയിം പ്ലേ. അത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് ലൈക്ക് നിങ്ങൾക്ക് ലെവൽ 7 വരെ എങ്ങനെ എത്താൻ പറ്റുന്നൊരു കാണിക്കുകയാണ്. പിന്നെ ഇത് മൊത്തം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് കാണിച്ചത് ബിസിനസ് റൺ ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, അത് എപ്പോഴും ടാസ്ക് ചെയ്ത് കൊടുക്കണം, അത് ഇതായിക്കൊണ്ടിരിക്കണം. പിന്നെ ഇത് കാണുന്നത് ഇതാണ് ലെവലപ്പ്, നിങ്ങളെ ക്യാരക്ടർ ലെവലപ്പാണ്. ഇത് ഇപ്പോൾ എൻ്റെ കറൻറ്റ്ലി 4 ആണുള്ളത്. ഇപ്പോൾ ബേസിക് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ പോയി കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ പ്ലെയേഴ്സിനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും ഓൺലൈനുള്ളത്. കുറേ പ്ലെയേഴ്സ് ഓൺലൈൻ ഉണ്ടാവും. അവരെ കണ്ടാൽ ചിലപ്പോൾ വെടിവെക്കും, ചിലപ്പോൾ അവർ ചീത്ത വിളിക്കും, ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും വിളിക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ എന്താ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ ഗ്യാങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. Officer Alejandro Cruz. Freeze! Get on the ground! Drop the gun! Help me with this guy! You okay? I was so worried. We're fine, Gabby. Gabriela Garcia. I'm the administrator at the city hospital. This one has nerves of steel, Gabby. I was impressed. We could use someone like that. Police work's too dangerous for my taste. But if you want to help, the paramedics could always use someone who's good under pressure. Less bad guys shooting at you, too. ലാസ്റ്റ് കട്ട്സിൻ കണ്ടത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ ആ ഗ്യാങ് മെമ്പേഴ്സിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ക്യാരക്ടർ ഹെൽപ്പ് ചെയ്താണ്. അടുത്ത് വരാൻ പോകുന്നത് ഒരു ഗ്യാങ് മെമ്പറാണ്. ഒരു കോൾ വരും, അപ്പോൾ അതിലേക്ക് ആ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയി ആ ഗ്യാങ് മെമ്പറിനെ കണ്ട് അവന് ചെറിയ തിരിച്ചുകൊണ്ട് അതിനെ ഹെൽപ്പ് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം നമുക്ക് എങ്ങനെ ഗ്യാങ് ജോയിൻ ചെയ്യുക, എവിടെയാണ് പോകേണ്ടത്, ഏത് ഏരിയയാണ്, എത്ര ഗ്യാങ് ഹൗസ് ഉണ്ട്. ജസ്റ്റ് മാപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. I wasn't sure if you Joe. I was at the bachelor party and my driver's gone missing. I wasn't sure if you Joe. I was at the... I heard you had some excitement today. That you met my brother, Alejandro. Do we look alike? I understand you keep calm under pressure. Cool and discreet. That's a valuable combination. Did he ever tell you I volunteered to do time for him when we were young, so he could keep his squeaky clean reputation? Now the bastard wouldn't even talk to me. That's my phone. Keep driving. Yeah. What the fuck happened to you? I told you that girl was trouble, bro. Where are you? How much of that shit did you take? Okay, calm down. I'll pick you up. Puta madre. Well, fuck. I think that's enough for one night. Just take me to this address. Military, great best. Worth every fucking penny. I just had this beach repainted. The maestro's gonna be pissed. Ralphie wasn't bullshitting this time. You can be trusted. Listen, I could use someone like you. The work has some risks, but you can't beat the money and the perks. And people will learn not to fuck with you. What do you say? You interested? ലാസ്റ്റ് കട്ട്സിൻ്റെ ആൾ പറഞ്ഞ ആളെ ഡ്രൈവർ മിസ്സിംഗ് ആണ്, അപ്പോൾ ആളെ കണ്ടുപിടിക്കാൻ പോകണം. അങ്ങനെ ഡ്രൈവ് ചെയ്ത് ആളെ കണ്ടുപിടിച്ച് ഡ്രൈവറെ, എന്നിട്ട് ആളെ പിക്ക് ചെയ്ത് അവിടെ പോയിട്ട് നമ്മൾ അവിടെ ചെറിയൊരു ഓർ നടന്ന് അവിടെ ഹെൽപ്പ് ചെയ്ത് ഇയാളെ ഗ്യാങ് മെമ്പറിനെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അവരുടെ ഗ്യാങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഗ്യാങ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗ്യാങ്ങില്ല, ഇവിടെ വേറെ ഗ്യാങ്സ് ഉണ്ട്, അതിൽ ഏതും ഗ്യാങ് ജോയിൻ ചെയ്യാൻ പറഞ്ഞ്.
പക്ഷേ ഡിപ്പെൻസ് ഓൺ അത്. ഇപ്പോൾ നിങ്ങൾക്ക് പോലീസിൽ ജോയിൻ ചെയ്യണം, പോലീസ് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യണം, ഗ്യാങ് ജോയിൻ ചെയ്യാം. എന്താ വേണ്ടത് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തില്ല, ഞാൻ ഡയറക്റ്റ് നെക്സ്റ്റ് ടാസ്കിലേക്ക് പോവാണ്. Hi, I'm Sachi. I'll be your devoted fashion consultant. Oh, I think I've seen you somewhere before. You're here for a new look, and we're gonna find just the right one. Because your look says so much, it's the first thing you say without ever speaking a word. You're here for a new ഇതൊരു Let's dress you NPC up proper. കറക്റ്റാണ്. ഇവിടെ കാണിച്ചു തരാണ് ഇവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കറൻറ്റ്ലി ഒരു 3 ക്ലോത്ത്സ് കാണിക്കുള്ളൂ. ഇത് ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും ഏതെങ്കിലും ഒന്ന്. അപ്പോൾ അത് വാങ്ങിച്ചത് ഇടുക. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ വന്നിട്ട് ഇതിൽ ചെക്ക് ചെയ്താൽ കൂടുതൽ ഡ്രസ്സ് കാണാൻ പറ്റും, കൂടുതൽ ക്യാപ്സോ അതോ മാസ്കോ എല്ലാം കാണാൻ പറ്റും നിങ്ങൾക്ക്. Picking out your own style feels amazing, right? I'm always here to help, so come back anytime. Bro, 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 bro. ആ ഗ്യാങ് മെമ്പറിനെ നമ്മൾ ഹെൽപ്പ് ചെയ്തില്ല. ആൾ വീണ്ടും വിളിച്ചിട്ടുണ്ട് അവിടത്തേക്ക്. അപ്പോൾ ആളെ കാണാൻ പോകാൻ പറഞ്ഞിട്ടാണ്. ആളെ കണ്ടിട്ട് ആൾ ഒരു ഗണ്ണ് വാങ്ങാനുള്ള ഒരു ഷോപ്പിൽ പോകാൻ പറയും. നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഗണ്ണ് കിട്ടും. അത് പിസ്റ്റോളായിരിക്കും, ലൈക്ക് നോർമൽ പിസ്റ്റോളായിരിക്കും. AK പഠിച്ചവനാണെങ്കിൽ അത് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി വാങ്ങേണ്ടി വരും. ആളിപ്പോൾ ലൊക്കേഷൻ തരും, അവിടെ പോയി ഗണ്ണ് വാങ്ങാം. അത് പിസ്റ്റോളാണ്, ജസ്റ്റ് ഗണ്ണ് വാങ്ങിക്കുക, ഫ്രീ ആയിട്ട് കിട്ടും. ഇതിൽ ഗൺസിൻ്റെ ഓപ്ഷൻസ് നല്ല ഉണ്ട്. M4 ഉണ്ട്, ഈ AK-47 ഉണ്ട്, പിന്നെ EMP ഉണ്ട്, അതുപോലെ തന്നെ ടേസർ ഉണ്ട്. ടേസർ നമുക്ക് അറിയാലോ, ലൈക്ക് US ഉപയോഗിക്കുന്ന. ഇപ്പോൾ ഏതെങ്കിലും ക്രിമിനൽ ഓടുകയാണെങ്കിൽ ടേസ് ചെയ്തിരുന്നത് പോലീസിൻ്റെ സെപ്പറേറ്റ് ആണ്, ഗ്യാങ് മെമ്പേഴ്സിൻ്റെ സെപ്പറേറ്റ് ആണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ പോലീസിലോ അതിലോ ഓർ മിലിറ്ററിയിൽ ജോയിൻ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ഗൺ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അതൊക്കെ മിലിറ്ററി വേസ്റ്റൊക്കെ. ഇതിലാണെങ്കിൽ ഗ്യാങ് ടോക്കൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കൊടുത്ത് വാങ്ങേണ്ടി വരും. ആ ഗ്യാങ് ടോക്കൺ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവൻറ്റ്സ് ഇതൊക്കെ ചെയ്താൽ ഗ്യാങ് ടോക്കൺ കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഓൺലൈനാണ് ഞാനുള്ളത്. ഇപ്പോൾ ഗ്യാങ് മെമ്പേഴ്സൊക്കെ പുറത്ത് എവിടെയൊക്കെ ഉണ്ടാവും, അവരെ അടുത്തൊക്കെ ഇവിടെ പോയി തന്നെ ടേസ് ചെയ്തിട്ട് വണ്ടി പോകുമ്പോൾ ഇങ്ങനെ ടേസ് ചെയ്താൽ വണ്ടിയിൽ നിന്ന് പുറത്ത് വീഴും. ടേസർ ഉപയോഗിച്ച് ഇങ്ങനെ അടിച്ചാൽ അങ്ങനെ. ഇത് ഇവർ ഏരിയ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ടൈം പാസ് ചെയ്യാൻ പോകുന്ന വരുന്ന ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഗ്യാങ് ഇതാണിത്, കോംപ്ടൺ മാഫിയ എന്ന് പറയുന്നത് ഗ്യാങ്. ഇത് ന്യൂ പ്ലേയേഴ്സിൻ്റെ അടുത്ത് കണ്ടുണ്ടാവില്ലെന്ന് അറിയാം അവർക്ക്. ന്യൂ പ്ലേയേഴ്സിൻ്റെ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ലെന്ന് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൊല്ലാൻ നടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഫോൾ ഡാമേജ് ഉണ്ട്, ഇങ്ങനെ മുകളിൽ വീണാൽ ഡാമേജ്. ഇപ്പോൾ ഞാൻ കറക്റ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടാണ് ടാസ്ക് ചെയ്യുന്നുണ്ട്. ഒരു 7 ലെവൽ വരെ ഒന്നും കാണില്ല ശരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഡാമേജ് ഒന്നും അങ്ങനെ കാണിക്കാത്തത്. ഇപ്പോൾ എനിക്ക് മരിച്ചുകൊണ്ട് വീണ്ടും അതേ ഗ്യാങ് മെമ്പേഴ്സിൻ്റെ അടുത്ത് പോയി ആ ഗണ്ണിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി വാങ്ങിച്ചുകൊണ്ട് വരണം, ഇല്ലെങ്കിൽ അത് ടാസ്ക് ഫെയിലായി. അതുകൊണ്ടാണ് നെക്സ്റ്റ് ടൈം നമ്മൾ വേറെ റൂട്ട് കൂടി പോകുക, ഇല്ലെങ്കിൽ അവർ വീണ്ടും കൊല്ലും. അവിടെ ഇപ്പോൾ നമ്മളെ കൊന്നു പറഞ്ഞാൽ 2 ഗ്യാങ്ങാണത്, ഒന്നായിട്ട് മെർജ് ചെയ്തിട്ട് കളിക്കണം അവർ, അലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെയുണ്ട് ഇവിടെ. നിങ്ങൾക്ക് നിങ്ങളെ ഗ്യാങ്ങിനെ അലൈസ് ചെയ്യാൻ വേറെ ഗ്യാങ്ങുമായി, ഇല്ലെങ്കിൽ എനിമീസ് ഓപ്സിലിടാം, റെഡ് ടാഗ് ആക്കാം. പിന്നെ ഇറ്റ് ഡിപ്പെൻസ് നിങ്ങൾ എങ്ങനെയാണ് അവരോട് കണക്ഷനിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അവരെങ്ങനെയാണ് നിങ്ങളെ കാണുമ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ടോ, അതോ സംസാരിച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻ അതുമാതിരി ഇരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആരും കൊന്ന്, ഇപ്പോൾ എന്നെ കൊന്ന്, ഇപ്പോൾ ഞാനേതും ഗ്യാങ് മെമ്പർ ആണെങ്കിൽ എനിക്കിപ്പോൾ പോയി അവരെ എൻ്റെ ഗ്യാങ് മെമ്പറിനെ കൂട്ടി കൊണ്ടുപോയി അവിടെ ഫൈറ്റ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ, എനിക്കാരും പരിചയമില്ല, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഡിപ്പെൻസാണ് നിങ്ങളെങ്ങനെയാണ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം, അങ്ങനെ ഇതാക്കാൻ പറ്റുന്നു. ഇല്ലെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യാം, ഇങ്ങനെ കുറച്ച് ഗ്യാങ്സ് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് ഹാൻഡിൽ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പോകുന്നിടത്തൊരു ഗ്യാങ് ഉണ്ട്. അവർ ഇവിടെ എല്ലാ ന്യൂബീസും വരുന്നതെന്ന് അവർക്കറിയാം. ന്യൂ പ്ലേയേഴ്സ് ഇവിടെ വരുന്ന അറിയാം ഗണ്ണ് എടുക്കാൻ. അപ്പോൾ ഇവിടെ നിന്നിട്ട് അവരെ റിക്രൂട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇവൻ ഓടി വരുന്നുണ്ട്, ഇവൻ എന്തൊക്കെയോ പറയാനോട്. നമുക്ക് ഞാൻ അകത്ത് പോയി ഗണ്ണ് കളക്ട് ചെയ്ത് തിരിച്ച് വരുമ്പോൾ അവർ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പുറത്ത്.
Oh, you gotta feel the weight of a real piece in your hand. Go in there and Stop go in thinking there and buy about it. Go in getting there and buy it and show me you It's bought the it. only way to survive. Oh, you got the Glock already? You can keep that 50. I didn't know you had it just already. Will you drive a gang? Will you drive a Will you drive a gang? Mr. Shazam, you want to join Mr. Shazam? Bro, you got AK, you got any gun? All right, well, send him the invite and stay right here. I Here, was stay send right, them in invite. stay right here. My daughter's coming. എന്നോട് ഗ്യാങ് ജോയിൻ ചെയ്യാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എനിക്കറിയാം അവർ വെടിവെക്കും വെറുതെ വെറുതെ സീൻ ഉണ്ടാക്കും. ജസ്റ്റ് ഗ്യാങ് ജോയിൻ ചെയ്യുക, എൻ്റെ അപ്പുറത്ത് അവിടെ പോയി ജസ്റ്റ് ഗ്യാങ് ലീവ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് Wait, എനിക്ക് bro, ഗ്യാങ് ലീവ് ചെയ്തു. 2 minutes more. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഗ്യാങ് മെമ്പേഴ്സും കുറച്ച് കണക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ Don't go പ്രശ്നമൊന്നുമില്ല. nowhere. പിന്നെ You know, ആരൊന്നും he's പറയാനോ ചെയ്യാനോ വരില്ല. coming right now. അപ്പോൾ ഞാൻ ഒറ്റക്കാണ്, ഞാൻ ന്യൂബിയാണ്, അപ്പോൾ എൻ്റെ പിന്നാലെ നടക്കും, വെറുപ്പിക്കും. അതുകൊണ്ടാണ് ഇതിൽ കുറേ റിവാർഡ്സ് കിട്ടും. റിവാർഡ്സ് ഒക്കെ കളക്ട് ചെയ്യുക, ഡെയിലി ലോഗിൻ ചെയ്യുക, റിവാർഡ്സ് കളക്ട് ചെയ്യുക. കളിക്കാൻ സമയമില്ലെങ്കിലും ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് റിവാർഡ്സ് കളക്ട് ചെയ്യുക, ഗെയിം ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഇത് കാറിൻ്റെയും പിന്നെ കുറേ ക്രേഡ്സ് ഒക്കെ കിട്ടും. ആ ക്രേഡ്സിൽ ചിലപ്പോൾ നിങ്ങൾ ലക്കാണ്, ചിലപ്പോൾ ലക്കിൽ വണ്ടി കിട്ടാം, ചിലപ്പോൾ ലംബോർഗിനി, ചിലപ്പോൾ നോർമൽ വണ്ടി ഇത് കിട്ടാം, അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കിട്ടാം. അത് വണ്ടിക്ക് വെച്ചാൽ പിന്നെ അതിൻ്റെ വാല്യൂ കൂടും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഗിഫ്റ്റായി കിട്ടിക്കൊണ്ടാവും ഇതിൽ ഗെയിമിൽ. Now she about to pull up and send it to you. When she send it, accept it, because then she got to wait 5 more minutes. She's not doing it right now. She's about to pull. സോ ഇതിൽ പൈസ സ്പെൻഡ് ചെയ്യണം, ഇതിൽ പൈസ സ്പെൻഡ് ചെയ്താൽ എല്ലാം ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. പേഷ്യൻസ് ആയി കളിക്കുക, നല്ല എൻജോയ് ചെയ്ത് കളിക്കുക. Destiny, invite them, Destiny. എനിക്കിപ്പോൾ ഇൻവിറ്റേഷൻ വരും, അപ്പോൾ ഇതാണ് ഇൻവിറ്റേഷൻ, സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്ത്. Thanks. Welcome. അപ്പോൾ ഞാൻ അവളോട് എൻ്റെ ടാസ്ക് ചെയ്യാണ്ട് ഞാൻ പോയിട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അപ്പുറം അവിടെ പോയിട്ട് ഞാൻ ലീക്കാൻ ലീവ് ചെയ്യും. That's fine. That's fine. Do what you got to do, buddy. Go ahead. I'm the leader from all DC Family Gang. Do what you got to do. Irmo, I told you I'm gonna get you right, Irmo. Mr. Johnny, you want to join Mr. Johnny? ഫസ്റ്റ് നമുക്കൊരു വണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞ ഒരാളുണ്ട്, അവർ നമുക്ക് ഇവിടെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ബിൽഡിങ്ങാണ് നമ്മുടെ ബിസിനസ്. ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, അവരുടെ ടാസ്ക് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക. ഡെയിലി വരണമെന്നില്ല, ഇവിടെ വരണമെന്നില്ല. ആക്ച്വലി നമ്മൾ പ്രൊഫൈൽ ആ 3 ലൈന് റൈറ്റ് സൈഡ് ടോപ്പിൽ 3 ലൈൻ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. പ്രൊഫൈൽ ചെന്നാൽ ബിസിനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് കുറേ എംപ്ലോയീസ് ഉണ്ട് അവിടെ, അവർക്ക് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അവരുടെ ടാസ്ക് കഴിഞ്ഞാൽ റിവാർഡ് കളക്ട് ചെയ്യാൻ പറ്റും, അത് കളക്ട് ചെയ്യാം നമ്മൾ. Trust me, it's not about way to keep things flowing while you work on your bigger plans. Try it. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വണ്ടി, ഇവൻറ്റ്സിൽ കാർസ് ഇതൊക്കെ കിട്ടുന്നു. ഇതാണ് ഇങ്ങനെ ടോക്കൺസ് ഒക്കെ കിട്ടും, അവിടെ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്താൽ ഇതുപോലെ സ്പിൻ ചെയ്യാൻ പറ്റും. ഈ സ്പിൻ ചെയ്തിട്ട് എത്രയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം പോലെയാണ് ഇത് മോസ്റ്റ്ലി. പിന്നെ കുറേ ആൾക്കാർ പൈസ സ്പെൻഡ് ചെയ്യും, ഇതിൽ കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റും. കളക്ട് ചെയ്യുന്നല്ല, ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ റിയൽ ലൈഫിൽ പൈസ കൊടുത്തിട്ട് ഇതിൽ കോയിൻ ബൈ ചെയ്യാൻ പറ്റും. ആ കോയിൻ ഉപയോഗിച്ച് വണ്ടി ഇങ്ങനെ സ്പിൻ ചെയ്തിട്ട് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നിട്ട് അതിന് പൈസ ഒക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഹൗ പീപ്പിൾ മേക്ക് മണി. ബട്ട് ഞാൻ അങ്ങനെയല്ല, ഞാൻ പൈസ സ്പെൻഡ് ചെയ്യാതാണ് ഈ ടാസ്ക് ചെയ്യാൻ പോകുന്നത്. 100 million in 3 months. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ സൈഡ് ഹസൽ എന്ന് പറഞ്ഞ കുറേ വർക്കുകളുണ്ട്. ലൈക്ക് ടാക്സി ഓടിക്കാം, ബസ് ഡ്രൈവർ ആവാം, ഇല്ലെങ്കിൽ മെഡിസിൻ ഡെലിവറി ചെയ്യാം, ഇല്ലെങ്കിൽ കൊറിയർ ഡെലിവറി ചെയ്യാം, ഇല്ലെങ്കിൽ മെക്കാനിക് ആവാം, വണ്ടി ശരിയാക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ലംബോജാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് മരങ്ങൾ ഇതാക്കാൻ പോവാം, കട്ട് ചെയ്യാൻ പോവാം, എന്നിട്ട് മില്ലിൽ കൊടുത്താൽ അതിന് പൈസ കിട്ടും. പിന്നെ ഇതൊക്കെ എക്സ്ട്രാ വർക്ക്സാണ്. ഇപ്പോൾ നിങ്ങൾ സിവിലിയൻ ആണ്, ഓർ ഗ്യാങ് മെമ്പറാണ്, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് പോയി ചെയ്യാം. മിലിറ്ററിയിലോ ഇതിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മിലിറ്ററിയിലും പോലീസിലും വേറെ ടാസ്ക്കാണ്. മിലിറ്ററിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏരിയ ഗാർഡ് ചെയ്യണം. മിലിറ്ററി ബേസ് ഉണ്ട്, അവിടെ ഇപ്പോൾ ഫുള്ള് ചെക്ക് ചെയ്ത് ഉണ്ടോ, എനിമീസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഗ്യാങ് മെമ്പേഴ്സ് അകത്ത് വരുന്നുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് അവിടുത്തെ ടാസ്ക്. പിന്നെ പോലീസാണ്, നിങ്ങൾ സിറ്റി റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കണം, പെട്രോൾ ചെയ്തിട്ട് വണ്ടി എടുത്ത് സിറ്റി ചെക്ക് ചെയ്യണം. ആരെങ്കിലും ഗ്യാങ് മെമ്പേഴ്സ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടോ, എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ, സിവിലിയൻസിന് എന്തെങ്കിലും ഇഷ്യൂ ചെയ്യുന്നുണ്ടോ, എവിടെയെങ്കിലും വോർ നടക്കുന്നുണ്ടോ, ഒക്കെ ചെക്ക് ചെയ്ത് ഇതാക്കാം. ആക്ച്വലി ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണ് ഈ ടാക്സി ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്, ജസ്റ്റ് അതിൻ്റെ ടാസ്ക്കാണ്. ഇങ്ങനെയല്ല, ടാക്സി ഓടിക്കുമ്പോൾ നല്ലോണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഗ്യാങ് മെമ്പേഴ്സൊക്കെ അവിടെ നിന്നിട്ട് ടേസ് ചെയ്ത് കൊല്ലാറുണ്ട്, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ വരുത്തുന്നുണ്ട്.
ഇഷ്യൂ അല്ല, അതൊക്കെ അതിൻ്റെ ഗെയിമിൻ്റെ ഒരു പാർട്ടാണ്. അതാണ് എൻജോയ്മെൻറ്റ്. തന്നെ ടേസ് ചെയ്ത് കൊന്ന എൻ്റെ ഗെയിം മെമ്പർ ഒന്ന് ബോർ ചെയ്യും, അതിന് സീൻ ഉണ്ടാക്കും. പിന്നെ ടെറിട്ടറി ക്യാപ്ചർ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓരോ ഇതിനും ഓരോ അതിൻ്റെ എൻജോയ്മെൻറ്റ്സ് ഉണ്ട്. ഇതാണ് ടാക്സി പിക്കപ്പ് ആൻഡ് ഡെലിവറി, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഡെലിവറി അല്ലപ്പോൾ ഞാൻ ജസ്റ്റ് അവനെ പിക്ക് ചെയ്ത് അവിടുന്ന് എൻ്റെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് വീണ്ടും ബാക്ക് ടു ടാക്സി സ്റ്റേഷനിലേക്ക് പോവാണ് വണ്ടി ഡ്രോപ്പ് ചെയ്യാൻ. You ain't even got tired no more. I took this shit. What you gonna do about it? So, how's the gig going? Not too shabby, and the money's decent, right? അങ്ങനെ ലെവൽ 7 ആയിട്ടുണ്ട് നമ്മൾക്ക്. ഇപ്പോൾ ഈ ഫോൺ റിസീവ് ചെയ്താൽ ലെവൽ 7 ആയി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലെവൽ 7 എത്തിച്ചിട്ടുണ്ട്. ഈ ഗെയിം പ്ലേ നല്ല അടിപൊളിയാണ്. ഇത് ജസ്റ്റ് ഇതുവരെ ഇവൻറ്റ്സ് ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ. ജസ്റ്റ് ടാസ്ക് ആയിരുന്നു. ഗെയിം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നല്ല ലെങ്ത് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഗെയിം നല്ല അടിപൊളിയായി കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. നല്ല റോൾ പ്ലേ ഉണ്ട്. നല്ല ഇപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ ഗെയിംസ് എങ്ങനെയാണ്, പുറമെ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഫുള്ള് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ സ്പെയർ പാർട്സിനെ പറ്റി പറഞ്ഞിരുന്നു നിങ്ങളോട്. അതാണ് ഇത് ഈ കാണുന്നത്. ഇത് ആക്ച്വലി ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് നിങ്ങൾക്ക് സ്പെയർ പാർട്സ്, ഇത് സ്പിന്നാണ്, ഒരു ഫ്രീ സ്പിന്നൊക്കെ ഇങ്ങനെ കിട്ടും നമുക്ക്. ആ ഫ്രീ സ്പിന്ന് കിട്ടിയാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടിയത്. ഇതൊക്കെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്സാണ്. ബ്ലൂ ഉള്ളത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, പർപ്പിൾ അതിനായിട്ട് നല്ല ക്വാളിറ്റിയുള്ളതാണ്. സ്പീഡ് കൂടും അത് അങ്ങനത്തെ പാർട്സ് ഇട്ടാൽ. എത്ര ടോപ്പ് നല്ല പാർട്സ് ഇടുന്ന അത്ര വണ്ടിൻ്റെ സ്പീഡ് കൂടും, മൈലേജ് കൂടും, പിന്നെ വണ്ടി നല്ല കണ്ടീഷൻ ആയിരിക്കും. പിന്നെ ആൾക്കാർ വാല്യൂ വെക്കും നല്ല വണ്ടിക്ക്. വണ്ടി ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡോഡ്ജ് ഉണ്ടെങ്കിൽ ഒരു ഡോഡ്ജ് വണ്ടിയുണ്ട്, അതിൽ ഗ്രീൻ പാർട്സിന് അത്ര വില കിട്ടില്ല. പക്ഷേ അതേ വണ്ടിക്ക് നിങ്ങൾ ബ്ലൂ ഓർ പർപ്പിൾ പാർട്സ് വെച്ചാൽ അതിൻ്റെ ഡബിൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അത്ര ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഉണ്ട് വിൽക്കാൻ പറ്റുന്നില്ല, എവറി 2 വീക്സ് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ലിക്വിഡേറ്റ് ചെയ്യാൻ വണ്ടി കളയുന്നല്ല, ഈ ഓൺ സ്റ്റേറ്റ് ഗെയിമില്ല, അവർക്ക് തന്നെ റീസെൽ ചെയ്യാം നല്ല പൈസക്ക്. അത് ഓൺലി എവറി 2 വീക്സിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഏരിയ തന്നെ ഉണ്ട്, അവിടെ വണ്ടി നിങ്ങൾക്ക് വേറെ പ്ലേയേഴ്സിന് വിൽക്കാൻ പറ്റുന്ന ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇപ്പോൾ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഗെയിമിൽ തന്നെ. അതിൽ നിങ്ങൾ വണ്ടി ഓൺലൈനിൽ ട്രേഡ് ചെയ്യാം. ലിസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ ഓഫ്ലൈൻ പോകാം. മേ ബി നിങ്ങൾ നെക്സ്റ്റ് ടൈം ഓൺലൈൻ വരുമ്പോൾ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, ആ പൈസ നിങ്ങളെ അക്കൗണ്ട് വരും. സോ അങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്. ഓക്കെ, ഡിപ്പെൻസ് ലൈക്ക് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇടാം. എനിക്കിത് പറ്റുമെന്ന് അറിയില്ല, എങ്ങനെയാണ് ചോദിക്കേണ്ടത്, എന്താ ചോദിക്കുന്നത്. പക്ഷേ let's see, I'll post 3 to 4 videos. Then if we have good views or anyone wants to see how the game is played, then I'll continue. Let's see.